ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ വിനീഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് നിരത്തി വെച്ച് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നീ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ മുമ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 മാഗി ക്യൂബ് ഇതേപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.25 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഒന്നൊരു ഫ്രൈ ആയി വരുന്ന പോലെ ആവണം. അതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടിയും ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ മൂടി വെച്ച് ചിക്കൻ വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഞാനിവിടെ ഒരു 2 കിലോ മന്തി റൈസ് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്നും കൂടിയും ഒന്ന് വെന്ത് വരാനുണ്ട്. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവണ വരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് മന്തി റൈസ് ഉണ്ടാക്കാൻ നല്ലോണം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മന്തി റൈസ് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് റൈസ് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി കുറച്ചൊന്ന് മാറ്റി കൊടുക്കണം. നമുക്ക് മന്തി റൈസിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അതിനായിട്ട് ഈ ഗ്രേവിയിൽ നിന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി കൊടുക്കാം. ഇനി ഇതിലുള്ള ആ ഡ്രൈ ലെമൺ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഊറ്റിയിട്ട് ഒരു ലെയർ ഈ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ കളറൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് കളറ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചിക്കൻ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഫുഡ് കളറൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചോറ് ഊറ്റിയിട്ട് ഈ ചിക്കൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഫുൾ ചോറും നമുക്ക് ഈ ചിക്കൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പം ഞാൻ ചോറൊക്കെ ഇതിലേക്ക് ചിക്കൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വേവിച്ചിട്ടുള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചോറൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേലെ ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാനിതിലേക്ക് കുറച്ച് പാലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയത് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വെച്ച് ദം ചെയ്യാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ്
ഇപ്പം നമ്മുടെ മന്തി ഇവിടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചാർക്കോളൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ മന്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയണം. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.